നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥപുരയിലേക്ക് സ്വാഗതം. കഥ ഖൽബ്, രണ്ടാം ഭാഗം. അവതരണം സുജാത അപ്പോഴത്ത്. അങ്ങനെ ഒരു വെളുപ്പാൻ കാലത്ത് ആഷിഖ് മസ്കറ്റിലിറങ്ങി. അവിടെ ഇല്യാസ് കാത്തു നിന്നിരുന്നു. സന്തോഷം കൊണ്ടവൻ്റെ ഉള്ളം വിങ്ങി. ഗൾഫ് എന്ന സ്വപ്നഭൂമി മാടി വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു അവനെ. എന്നാലും സൈറയെ, ഇബ്നു താത്തയും ഒക്കെ വല്ലാതെ മിസ് ചെയ്തു. ഗൾഫിൽ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഒരവധി ദിവസം. ഹലോ, ആഷിയല്ലേ? ഫോണിൻ്റെ മറുതലയ്ക്ക് നിന്ന ഒരു സ്ത്രീ ശബ്ദം. ചെറിയൊരു അങ്കലാപ്പ് ആ സ്വരത്തിലുണ്ടായിരുന്നു. ആദ്യം തലയ്ക്കുള്ളിൽ ഒരു സ്ഫോടനം പോലെ തോന്നി അവന്. പ്രപഞ്ചം മുഴുവൻ ചുറ്റും സ്തംഭിച്ചതുപോലെ തോന്നി ആ വിളി കേട്ടപ്പോൾ. ആഷിക്ക് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിനകത്ത് അടിഞ്ഞുകൂടിയ അനേകം സങ്കടങ്ങളെ ഒറ്റയടിക്ക് അടിച്ചു തെറിപ്പിക്കാൻ മാത്രം ശക്തമായ വിളിയായിരുന്നു അത്. വീണ്ടും വിളിച്ചു. ആഷി, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ നിൻ്റെ ഉമ്മയാടാ. സ്വന്തം മകനെ വിളിച്ച് സ്വയം പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു ഉമ്മയുടെ ഗതികേട്. അവൻ്റെ ഒച്ച വല്ലാതെ താണു പോയിരുന്നു. അപ്പുറത്തുള്ളയാളെ മനസ്സിലായെന്നോ ഇല്ലെന്നോ ആഷിക്ക് പറഞ്ഞില്ല. അദൃശ്യമായ ഒരു നൂൽ തങ്ങൾക്കിടയിൽ പൊട്ടാതെ ഇപ്പോഴുമുണ്ട് എന്ന് മാത്രം അവൻ തിരിച്ചറിഞ്ഞു. എത്രയോ തവണ കൊതിച്ചതാണ് തന്നെ ഇങ്ങനെയൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ. മറുതലയ്ക്കൽ നിന്ന് അവൻ്റെ സ്വരം കേട്ടപ്പോൾ ഉമ്മ സൈനബയ്ക്ക് ഒരു പൂമഴ പെയ്ത സന്തോഷം. കുട്ടിക്കാലത്തെ അവൻ്റെ കൊഞ്ചലും കുസൃതികളും അവരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ആദ്യമായി ഉമ്മയെന്ന് വിളിച്ചത്, നെഞ്ചിൽ കിടന്നുറങ്ങിയത്, അവനു വേണ്ടി പാൽ ചുരുന്നത്. ഡാ, സുഖല്ലേടാ മോനെ നിനക്ക്? ആ ചോദ്യത്തിൽ ഈ വിറയൽ ആഷിക്ക് മനസ്സിലായി. ഡാ, നിന്നെ ഒന്ന് കാണണം ഈ ഉമ്മയ്ക്ക്. അവരുടെ ശബ്ദം പിന്നെയും മുറിഞ്ഞു. നീ വരുമോ? വരാം. അവർ പിന്നെയും എന്തൊക്കെയോ ചോദിച്ചു കൊണ്ടിരുന്നു. അവൻ മറുപടിയും. ഒടുക്കം മറുതലയ്ക്കൽ അവർ ഫോൺ വെച്ചു. പെട്ടെന്ന് ഇബ്നു താത്തയുടെ മുഖം ആഷിക്കിൻ്റെ മുന്നിൽ തെളിഞ്ഞു. ആർദ്രമായ കണ്ണുകളിൽ ഒളിപ്പിച്ച സ്നേഹം. ഇല്യാസിനെയും തന്നെയും വേർതിരിച്ചു കണ്ടിട്ടില്ല ആ ഉമ്മ ഇതുവരെ. അപ്പോൾ ആഷി എന്ന വിളിയിൽ ഉരുകിത്തീരാൻ വെമ്പിയ സ്നേഹം ആ നിമിഷം അവനെ വറ്റിപ്പോയി. തിരയൊടുങ്ങിയ കടൽ കണക്കെ മനസ്സ് ശാന്തമായി. അവൻ ഓർക്കുകയായിരുന്നു, പണ്ട് ഉമ്മാക്ക് ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഇബ്നു താത്ത വന്ന് പറയും, ഓള് പിന്നെയും പെറ്റു. അപ്പോഴെല്ലാം ആഷിക്കിൻ്റെ നെഞ്ചിനകത്ത് ഒരു കല്ല് വച്ചതുപോലാകും. അങ്ങനെ 5 കുഞ്ഞുങ്ങൾ. ഒരാളെയും താൻ നേരിൽ കണ്ടിട്ടില്ല. മക്കൾക്കൊപ്പം ഇക്ബാലിക്കൊപ്പം ഉമ്മ ഒഴിവുകാലങ്ങളിൽ ദുബായിൽ നിന്നെത്തിയാലും താത്ത പറയും, ഓളെത്തിയിട്ടുണ്ട്. ഓരോ വരവിനും കോടീശ്വരനായ ഇക്ബാലിക്ക പള്ളിയിൽ ലക്ഷങ്ങൾ സംഭാവന ചെയ്യും. ഉത്സവങ്ങൾ ഏറ്റെടുത്തു നടത്തും. ഉമ്മയാകട്ടെ ബന്ധുവീടുകളിൽ ഒന്നൊഴിയാതെ സന്ദർശിക്കും. ഉത്സവവും പെരുന്നാളും ആഘോഷിക്കും. കല്യാണങ്ങൾ കൂടും. പക്ഷേ തന്നെ മാത്രം കാണാൻ വന്നതേയില്ല. ഓരോന്നോർത്തോർത്തവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ദിവസങ്ങൾ നീങ്ങി. ഒരവധി ദിവസം ആഷിക്ക് ഇല്യാസിൻ്റെ താമസ സ്ഥലത്തെത്തി. കണ്ടപാടെ അവർ കെട്ടിപ്പിടിച്ചു. നാട്ടുവിശേഷങ്ങളും ജോലി വിശേഷങ്ങളും പങ്കുവച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. സിനിമ കണ്ടു. തെരുവിലൂടെ വെറുതെ നടന്നു. വിശേഷങ്ങൾ പറഞ്ഞ് ആ കൂട്ടത്തിൽ ഉമ്മ സൈനബ വിളിച്ച കാര്യവും ആഷിക്ക് പങ്കുവച്ചു. അപ്പോൾ ഇല്യാസ് പറഞ്ഞു, അവരെ ഇവിടെ അടുത്തന്നെ വലിയൊരു ഫ്ലാറ്റിലാണ് താമസം. മക്കളൊക്കെ മുന്തിയ സ്കൂളിലാണ് പഠിക്കണേ. ഈ ബോർഡിങ്ങിൽ താമസിച്ച് ഇക്ബാലിക്കയാണെങ്കിൽ എന്നും ബിസിനസ് ടൂറിലും. ഒറ്റയ്ക്കായപ്പോഴാകും ഇങ്ങനൊരു മകനെക്കുറിച്ച് നിൻ്റെ ഉമ്മയ്ക്ക് ഓർമ്മ വന്നത്. ഇല്യാസിൻ്റെ പരിഹാസം അവന് മനസ്സിലായി. ഞാൻ അതിന് ചെല്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ അവരോട്, ആഷിക്ക് വേദനയോടെ പറഞ്ഞു. ഇല്യാസ് അവൻ്റെ കണ്ണുകളിലേക്ക് ചൂഴ്ന്നു നോക്കി. അവൻ അറിയാം ആഷിക്കിനെ. ചെറുപ്പത്തിൽ സ്വന്തം ഉമ്മയെ കാണാൻ ഏറെ മോഹിച്ചിട്ടുണ്ടവൻ. ആഷിക്ക് കണ്ണുകൾ താഴ്ത്തി. സൈനബ പിന്നെയും പലപ്പോഴായി ആഷിക്കിനെ വിളിച്ചു. ആ വിളികളിലെല്ലാം ഒരമ്മയുടെ വിങ്ങൽ പ്രകടമായിരുന്നു. ഒറ്റ ആവശ്യമേയുള്ളൂ ആ ഉമ്മയ്ക്ക്, തൻ്റെ മോനെ ഒന്ന് കാണണം, മിണ്ടണം, കുറച്ചുനേരം ഒരുമിച്ച് സമയം ചിലവഴിക്കണം. ആഷിക്കിന് പക്ഷേ ഈ ആവശ്യം ഉമ്മ പറയുമ്പോഴെല്ലാം ഇബ്നു താത്തയുടെ സ്നേഹമൂറിയ കണ്ണുകൾ ഓർമ്മ വരും. അവരുടെ നിഷ്കളങ്ക ചിരി ഓർമ്മ വരും. അതിനാൽ ആ കൂടിക്കാഴ്ച നീണ്ടു പോയി. മാസങ്ങൾ കടന്നുപോയി.
ജോലിക്കിടയിൽ ഓഫീസ് സമയത്ത് ഒരു ദിവസം ഇക്ബാൽ വന്നു. ആഷിഖ് ഒതുങ്ങി മാറി നിന്നു. ഒരപരിചിതനെ പോലെ ഓഫീസിൽ മറ്റു സ്റ്റാഫുകളോട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അവനോടും കുശലം പറഞ്ഞു. പിന്നെയും 2-3 തവണ അവൻ ഇക്ബാലിക്കയെ കണ്ടു. പഴയതുപോലെ അയാൾ ആഷിഖിനെ നോക്കി ചിരിക്കും. അപ്പോഴൊക്കെ അവൻ്റെ ഹൃദയം പടപടാമിടിക്കും, ശ്വാസം വിങ്ങും, എങ്ങോട്ടെങ്കിലും മൂടിപ്പോകാൻ തോന്നും. വല്ലായ്മയോടെ ആഷിഖ് മുഖം തിരിക്കും. ഇല്യാസ് ഇതിനിടയിൽ ഒരു തവണ നാട്ടിൽ പോയി തിരിച്ചു വന്നു. അതിൻ്റെ പിറ്റേ ആഴ്ച, അന്നൊരു അവധി ദിവസമായിരുന്നു. നാട്ടിൽ നിന്ന് ഇബ്നു താത്ത ആഷിഖിന് കൊടുക്കാനായി കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിരുന്നു. അത് കൊടുക്കണം. പിന്നെ കണ്ടിട്ടും കുറച്ചായല്ലോ, കാണുകയും വേണം. ഇല്യാസ് ചിന്തിച്ചു. ഈയിടെ ആഷിഖിൽ എന്തൊക്കെയോ ഒരു മാറ്റം, വല്ലാത്തൊരു അകൽച്ച കാണിക്കുന്നുണ്ട്. നാട്ടിൽ പോയപ്പോൾ ഉമ്മയും ഇതേ പരാതി പറഞ്ഞു. അവൻ എന്തും പറയാറുള്ളതാണ് തന്നോട്. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ സംസാരിക്കുന്നുമില്ല, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ. എന്തു പറ്റിയതാകാം, അതും അറിയണം. അവൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ആഷിഖിൻ്റെ താമസ സ്ഥലത്തെത്തി. കോളിംഗ് ബെല്ലടിച്ചു. ഏതാനും നിമിഷം കടന്നുപോയി. വാതിലിൽ മുട്ടി നോക്കി. ഇല്യാസ് ആഷിഖിനെ ഫോണിൽ വിളിച്ചു. ഫോൺ റിങ്ങു ചെയ്തതല്ലാതെ അവനെടുത്തില്ല. ഇല്യാസ് തിരിച്ചുപോയി. ഇവനെന്തു പറ്റി? നല്ല സാലറി കിട്ടുന്നുണ്ട്, ജോലിയും നല്ലതാണ്. ആഷിഖിന് കൊടുക്കാൻ ഉമ്മ ഏൽപ്പിച്ച പാക്കറ്റുകൾ നോക്കി ഇല്യാസ് നെടുവേർപ്പിട്ടു. പിറ്റേന്ന് നിർത്താതെയുള്ള ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ഇല്യാസ് രാവിലെ ഉണർന്നത്. മറുതലയ്ക്കൽ ആഷിഖിൻ്റെ റൂംമേറ്റ് ഈജിപ്ഷ്യനാണ്. ഇല്യാസിക്ക, പെട്ടെന്നൊന്നിങ്ങിടുവാ, ഈജിപ്ഷ്യൻ അറബിയിൽ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ഇല്യാസ് എത്തി. ഫ്ലാറ്റിൽ നിറയെ ആൾക്കാർ. ഇല്യാസിൻ്റെ ഹൃദയം പടപടാമിടിക്കാൻ തുടങ്ങി. അവനെ കണ്ടതും ഈജിപ്ഷ്യൻ കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. എന്താ കാര്യം പറ? ഇല്യാസ് അറബിയിൽ ചോദിച്ചു. ആഷി മിണ്ടുന്നില്ല. ഇല്യാസിൻ്റെ ഉദരത്തിൽ ഒരു മിന്നൽ. പടച്ചോനെ! ഇല്യാസ് ഫ്ലാറ്റിനുള്ളിലേക്ക് ഓടിക്കയറി. കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന ആഷിഫിനെയാണ് കണ്ടത് ഇല്യാസ്. വേഗം ചെന്ന് ആഷിനെ വിളിച്ചു. ഡാ ആഷി നീക്കടാ! അവൻ നിലവിളിച്ചു. ആ 4 ചുവരുകൾക്കുള്ളിൽ അതൊരു അലർച്ചയായി മാറി. ഇല്യാസ് പതുക്കെ അവൻ മറത്തിയിട്ടു. ഇല്യാസ് പേടിച്ചു പോയി. കിടക്കുന്നിടം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. നുരയും പതയും വരുന്നത് ഏതാണ്ട് അവസാനിച്ചിരുന്നു. ഇല്യാസ് ഉറക്കെ നിലവിളിച്ചു. ഈജിപ്ഷ്യൻ കമ്പനിയിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി. അവർ ബോഡി ആശുപത്രിയിലേക്ക് മാറ്റി. ഇല്യാസ് തളർന്നിരുന്നു. ഇനി മുതൽ ആഷിയില്ല. തൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായിരുന്നവനാണ്. പെട്ടെന്ന് അവൻ്റെ ഉള്ളിലൂടെ പല മുഖങ്ങൾ മിന്നിമറഞ്ഞു. ഉമ്മയുടെ, സൈറയുടെ, ആഷിഖിൻ്റെ ഉമ്മയുടെ. പടച്ചോനെ, എന്തു സമാധാനം പറയും ഇവരോടെല്ലാം ഞാൻ? ഇല്യാസ് കുഴഞ്ഞു വീണു. ആരൊക്കെയോ അവൻ്റെ മുഖത്ത് വെള്ളം തളിച്ചു. കുറച്ച് കുടിക്കാനും കൊടുത്തു. വിവരം അവൻ്റെ ഉമ്മ സൈനബയും എങ്ങനെയോ അറിഞ്ഞു. അവർ സ്തംഭിച്ചു പോയി. അള്ളാ, അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവരുടെ സമനില തെറ്റി. കടന്നൽ കൂടിയിടക്കിയതുപോലെ അവരുടെ ചിന്തകൾ ചിതറിപ്പോയി. പെട്ടെന്ന് അവർക്ക് ഇക്ബാലിക്കയെ ഓർമ്മ വന്നു. തന്നെ തൻ്റെ മകനിൽ നിന്ന് അകറ്റിയവൻ. കല്യാണം കഴിഞ്ഞ നാളുകളിൽ അവനെയൊന്ന് കാണാൻ, നെഞ്ചിൽ ചേർക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ. അപ്പോഴൊക്കെ ഒറ്റ ഉത്തരമേയുള്ളൂ അയാൾക്ക്: കഴിഞ്ഞത് കഴിഞ്ഞു. ബന്ധം പിരിയുമ്പോൾ കുഞ്ഞിനെ കൂടെ നിർത്താൻ കുറേ ശ്രമിച്ചതാണ്. പെണ്ണുങ്ങൾ അഭിപ്രായം പറഞ്ഞുകൂടാത്രേ. അന്ന് കുറേ കരഞ്ഞു. ഈ മുണ്ടാണ്ടിരുന്നു, ഇക്ബാൽ താക്കീതോടെ പറയും. ഈ എൻ്റെ മക്കളെ സ്നേഹിച്ചാൽ മതി. ഓൻ്റെ ബാപ്പുണ്ട്, ഈ അതോർത്ത് ബേജാറാകണ്ട, അയാൾ അറുത്തു മുറിച്ചു പറയും. നാട്ടിൽ ചെല്ലുമ്പോൾ ദൂരേന്ന് കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ നിഴലായി എപ്പോഴും ഇക്കയുണ്ടാകും. ഭയമായിരുന്നു തനിക്ക് അയാളെ. പിന്നെ അതുമായി പൊരുത്തപ്പെട്ടു. ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും അവരോട് സൈനപ്പ പറയും, നാട്ടിൽ ഇങ്ങക്കൊരു ഇക്ക ഉണ്ട് ട്ടോ. ഈ ചിന്തകളെല്ലാം പദം പറച്ചിലുകളായി പുറത്തേക്ക് ചാടി. വീട്ടിലെ സെർവൻ്റ് ഭയന്ന് സൈനബയുടെ മസ്കറ്റിൽ തന്നെയുള്ള ബന്ധുക്കളെ വിവരമറിയിച്ചു. സൈനബയുടെ ബോധം തെളിയുകയും അറിയുകയും ചെയ്തു. ഓർമ്മ വന്നാൽ ആഷിയെ വിളിച്ചവർ നിലവിളിച്ചു. ഇക്ബാലിന് കമ്പനിയിൽ നിന്ന് അറിയിപ്പ് കിട്ടി. ആഷിഖ് ആത്മഹത്യ ചെയ്തു. അയാൾ പകച്ചുപോയി. അയാളപ്പോൾ മസ്കറ്റിൽ വർക്ക് സൈറ്റിലായിരുന്നു. എല്ലാം അവസാനിപ്പിച്ച ശേഷം പെട്ടെന്ന് സൈനബയുടെ അരികിലെത്തി. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ടവന് മുന്നിൽ നിൽക്കുന്നത് പോലെ അയാൾക്ക് മുന്നിൽ സൈനബ നിന്നു. കത്തുന്ന കണ്ണുകളാൽ ഇക്മാലിനെ അവൾ പിടിച്ചുലച്ചു. തൊണ്ട പൊട്ടുമാർ അലറി വിളിച്ചു, കൊലയാളി! സൈനബ പിച്ചും പേയും പറയാൻ തുടങ്ങി. ഇക്ബാൽ മൂകമായി എല്ലാം കേട്ടു. ആത്മഹത്യയാണ്, അതും ഗൾഫ് നാട്ടിൽ.
കമ്പനിയുടെ MD എന്ന നിലയിൽ ഇക്ബാൽ മറുപടി പറഞ്ഞേ മതിയാകൂ. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് കിട്ടും വരെ ഇക്ബാലിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അയാൾ മറ്റൊരു കാര്യം ചെയ്തു. സൈനബയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അയാളെ കണ്ടാൽ അവളുടെ സമനില തെറ്റും, ചീത്ത വിളിക്കും. കൂടാതെ കേസും അന്വേഷണവുമായി അയാൾക്ക് നിരന്തരം പോലീസുമായി ബന്ധപ്പെടേണ്ടിയിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആഷിഖ് അത് സ്വയം ചെയ്തതാണ്. അങ്ങനെ പകുതി ആശ്വാസമായി. ബോഡി എംബാമിംഗ് ചെയ്ത് നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതിനായി കമ്പനിയിലൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ബോഡിക്കൊപ്പം നാട്ടിലേക്ക് വരാൻ നിന്ന ഇക്ബാലിന് ആ തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം നാട്ടിൽ അദ്ദേഹത്തിന് വലിയൊരു കുരുക്ക് സൈനബ ഒരുക്കി വച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി.